ചെറിയൊരു ചമ്മന്തീൻ്റെ വീഡിയോ ആണ് ഇത്. ഇത്രയും സാധനങ്ങൾ കൊണ്ടുള്ള ഒരു ചമ്മന്തി ദോശയ്ക്ക് കൂട്ടാം, ചോറിന് കൂട്ടാം, എല്ലാത്തിനും കൂട്ടാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ചമ്മന്തി അരയ്ക്കുന്ന വീഡിയോ ആണ് കേട്ടോ. ആവശ്യമുള്ള സാധനങ്ങൾ മല്ലി, തേങ്ങ, മുളക്, കുറച്ച് ചെറിയുള്ളി, കുറച്ച് കരിവേപ്പില, കുറച്ച് ഉപ്പ്, അത്ര തന്നെ പുളി. ഈ ചമ്മന്തി കുറച്ച് വെള്ളമാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു സാമ്പാറിൻ്റെ ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ സാമ്പാർ വെക്കാൻ മടിയുള്ള ദിവസം ഇങ്ങനെ ആക്കിയാലും മതിയേ. ഉരുട്ട് ചമ്മന്തിയായിട്ടും അത് തന്നെ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വറവിട്ടിട്ടുണ്ടെങ്കിൽ കുറച്ച് ലൂസായിട്ടുള്ള ചമ്മന്തിയായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഞാൻ കൂടുതലും ഉരുട്ട് ചമ്മന്തിയായിട്ട് തന്നെയാണ് ഉണ്ടാക്കാറ്. അതിൻ്റെ കൂടെ ലേശം തൈരും കൂടി കൂട്ടിയിട്ട് ചോറ് കഴിക്കും. കുറച്ച് ദിവസം പനിയൊക്കെ കഴിഞ്ഞിട്ട് വായിക്കൊന്നും രുചിയൊക്കെ ഇല്ലാതിരിക്കുന്ന ഒരു സമയം ഉണ്ടാവില്ലേ, അപ്പോൾ ഒക്കെ നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ചമ്മന്തിയാണ് ഇത്. കുറച്ച് എരിവും കുറച്ച് മല്ലീൻ്റെയും ഒക്കെ ഒരു സ്വാദ് ഇങ്ങനെ മുന്നിൽ നിൽക്കുന്ന ഒരു ചമ്മന്തിയാണ്. ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരേ. നേരത്തെ പറഞ്ഞ സാധനങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ നമുക്കൊന്ന് ചെറുതായിട്ട് ചൂടാക്കണം. ആദ്യം നമുക്ക് ഈ മുളകിൻ്റെ മൊത്തിയൊക്കെ കളയാം കേട്ടോ. സാധാരണ മുളക് ചൂടാക്കുമ്പോൾ മൊത്തി കളയാറില്ല, കാരണം അതിൻ്റെ അരിയൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വരും. പക്ഷേ ഇതിൽ അത് പ്രശ്നമില്ല കേട്ടോ. മുളക് നന്നായിട്ട് കഴുകിയെടുക്കുക, മൊത്തിയൊക്കെ കളഞ്ഞിട്ട്. മല്ലി ആദ്യമേ കഴുകി ഉണക്കിയതാണേ. അങ്ങനെ മല്ലി ഒരു ലേശം കൂടുതൽ വേണം കേട്ടോ, മുളക് എടുക്കുന്നതിനേക്കാളും. ഈ ചമ്മന്തിയിൽ മല്ലീൻ്റെ സ്വാദാണ് കൂടുതലായിട്ടുണ്ടാവുക. അങ്ങനെ വറുത്ത് മൊരിക്കുകയൊന്നും വേണ്ട കേട്ടോ. ജസ്റ്റൊക്കെ ഒന്ന് എല്ലാ സാധനങ്ങളും ഒന്ന് ചൂടാവുക, അത്രയേ ആവശ്യമുള്ളൂ. എണ്ണയൊന്നും ഒഴിക്കുന്നേ ഇല്ല കേട്ടോ. എണ്ണയൊന്നും ഒഴിക്കാത്തതുകൊണ്ട് തന്നെ ഇന്നും നാളെയും ഉണ്ടാക്കുന്ന ദിവസവും നാളത്തെ ദിവസവും കേടാവാതെ നിൽക്കും കേട്ടോ. കുറച്ചൊരു യാത്രയൊക്കെ പോകുമ്പോൾ വേണമെങ്കിൽ കയ്യിൽ കരുതാൻ പറ്റുമേ. മല്ലിയും മുളകും ഒന്ന് ചൂടായി ഒരു മണമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഉള്ളി ഇട്ടു കേട്ടോ. ഉള്ളിയും കരിവേപ്പിലയും ഇട്ടേ. ഉള്ളി എന്ന് പറയുമ്പോൾ ചെറിയ ഉള്ളി തന്നെയാണ് വേണ്ടത്. വലിയ സവോള എടുത്തിട്ടുണ്ടെങ്കിൽ അത്ര ഒരു സ്വാദ് ഉണ്ടാവില്ല കേട്ടോ. ഇത്രയും കുറച്ച് പുളിയേ എടുത്തിട്ടുള്ളൂ. പുളി പക്ഷെ വേണം. ഇതിലിപ്പോൾ ഒരു തടിയൻ ഉള്ളിയുണ്ട്, നമുക്ക് അതിനെ ഒന്ന് ഇങ്ങനെ രണ്ടെണ്ണം ആക്കി കൊടുക്കുക. അല്ലാതെ ഉള്ളി മുറിച്ചിടണം എന്നൊന്നുമില്ല കേട്ടോ. നിങ്ങളെ മിക്സി നല്ലതാണെങ്കിൽ ഉള്ളി മുറിച്ചിട്ട് ഇടണം എന്നൊന്നുമില്ല. ഉള്ളീൻ്റെയൊക്കെ പച്ച ചൊയുണ്ടല്ലോ, ജസ്റ്റ് ഒന്ന് പോയാൽ മതി. ബാക്കി ഉള്ളു വറന്ന് അങ്ങനെയൊന്നും ആവണ്ട കേട്ടോ, ഒന്ന് ചൂടാവുക, അത്ര തന്നെ. ഇനി നമുക്ക് ഇത് ഏകദേശം ആയ സ്ഥിതിക്ക് നമുക്ക് നമ്മളെ തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. തേങ്ങ ഒരുപാട് തേങ്ങ വേണ്ട. ഈ എല്ലാത്തിൻ്റെ അളവ് വന്നില്ലേ, ഈ മുളക്, ഉള്ളി, മല്ലി എല്ലാം കൂടിയുള്ള അളവിന് തുല്യമായിട്ടുള്ള സെയിം ആയിട്ട് തേങ്ങ. അതായത് തേങ്ങ അധികം ആവരുത്. തേങ്ങ ഏറ്റവും അവസാനമാണ് ഇട്ടത്, കാരണം അല്ലെങ്കിൽ നമ്മളുടെ തേങ്ങ ചെറുതായിട്ട് കരിഞ്ഞ പോലെയൊക്കെ ആവും എല്ലാം കൂടി വാട്ടി വരുമ്പോൾ. ഇപ്പോൾ ഈ തേങ്ങയിൽ തന്നെ ഒരു ലേശം എണ്ണമയം ഉണ്ടാവില്ലേ, അതിപ്പോൾ ഇതിലേക്കൊക്കെ ആയിട്ടുണ്ട്. ആ ഒരു എണ്ണമയം മാത്രം മതി കേട്ടോ. ഇനി നമുക്ക് വെള്ളം ഒന്നും ഒഴിക്കാതെയാണ് നമ്മൾ ഈ ചമ്മന്തി അരച്ചെടുക്കാൻ പോകുന്നത്. ഇതും എനിക്ക് പണ്ട് മുത്താച്ചി ഉണ്ടാക്കി തരുന്ന ഒരു ചമ്മന്തിയാണേ. ഇത് കുറച്ച് ലൂസാക്കിയിട്ട് ദോശയ്ക്ക് കൂട്ടും, ചോറിന് ലൂസാക്കി കൂട്ടാറില്ല. ചോറിന് ഇങ്ങനെ തന്നെയാണ് കേട്ടോ കൂട്ടുക. കുറച്ച് ഉപ്പ് ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്തിട്ടുമുണ്ട് കേട്ടോ. കരിവേപ്പിലയില്ലേ, അത് കുറച്ച് നല്ല കരിവേപ്പിലയാണെങ്കിൽ കുറച്ച് അധികം എടുത്താലും കുഴപ്പമൊന്നുമില്ലേ. എല്ലാം നന്നായിട്ടൊന്ന് തണിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കാം കേട്ടോ. അരയ്ക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്നിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കേണ്ടി വരുവേ, കാരണം വെള്ളം നമ്മൾ ഒഴിക്കുന്നില്ലല്ലോ. അപ്പോൾ ഇതിങ്ങനെ മിക്സീൻ്റെ അവിടെ ഇവിടെയൊക്കെ പറ്റി പിടിച്ചിട്ട് നിൽക്കുന്നുണ്ടാവും. കേടാവരുത് എന്നുണ്ടെങ്കിൽ നമ്മൾ കൈയൊന്നും തൊടാതെ വേണം കേട്ടോ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ കൊണ്ടുപോകാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞില്ലേ, ദൂരേക്കൊക്കെ പോകുമ്പോൾ. അങ്ങനെയാണെങ്കിൽ കൈ ഒന്നും ഉപയോഗിക്കാതെ ഇങ്ങനെ സ്പൂണൊക്കെ എടുത്തിട്ട് തന്നെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെ ചമ്മന്തി ഉരുട്ട് ചമ്മന്തിൻ്റെ പരുവത്തിലേക്ക് ആയിട്ടുണ്ടേ. ഇനി നമുക്കിത് കൈ കൊണ്ട് ഉരുട്ടിയെടുക്കാം കേട്ടോ. അത് പിന്നെ കൈ കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുള്ളേ.
ഇങ്ങനെ സ്പൂൺ കൊണ്ട് വേണമെങ്കിൽ ഒന്ന് ശ്രമിക്കുകയും ചെയ്യാം കേട്ടോ. കൈയൊക്കെ കഴുകിയിട്ട് നന്നായിട്ട് വെള്ളമൊന്നും ഇല്ലാതെ തുടയ്ക്കുക. എന്നിട്ട് ഉരുട്ടാൻ എടുത്തിട്ടുണ്ടെങ്കിൽ വെള്ളം ആയിട്ടുള്ള പ്രശ്നം വരൂലേ. അച്ചാറുകളൊക്കെ മെയിനായിട്ട് കേടുവരാനുള്ള കാരണം നമ്മൾ എടുക്കുന്ന സ്പൂണിലൊക്കെ വെള്ളം ഉണ്ടാകുന്നതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഈ വെള്ളമാണ് പ്രശ്നം. അപ്പോൾ തിളപ്പിച്ചാറിയ വെള്ളമാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. നമ്മൾ വെള്ളം ഇല്ലാതെ ഇങ്ങനെ സാധനങ്ങൾ കേടാവാതെ നിൽക്കണം എന്നുണ്ടെങ്കിൽ വെള്ളം പരമാവധി ഒഴിവാക്കുക. എനിക്കിപ്പോൾ കറക്റ്റ് ഞാൻ 3 ഉണ്ടയാക്കിയിട്ടുണ്ട്. എനിക്കൊന്ന്, കുഞ്ഞൂനൊന്ന്, ഏട്ടനൊന്ന്. ചമ്മന്തി ഉണ്ടാക്കാൻ ഇത്രയേ പണിയുള്ളൂ കേട്ടോ. ഉച്ചയ്ക്കത്തെ ചോറ് കഴിക്കാൻ ശരിക്കും ഈ ചമ്മന്തി മാത്രം മതി എന്നുണ്ടെങ്കിലും നമ്മൾ ഇതിപ്പോൾ കാബ്സാണ് കേട്ടോ കൂടുതലായിട്ട് കിട്ടുക. അപ്പോൾ അങ്ങനെ ചെയ്യരുത്. ഇതിൻ്റെ കൂടെ കുറച്ച് വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യണം ശരിക്ക്. പക്ഷെ ഞാനിപ്പോൾ കുറച്ച് തൈര് കൂട്ടിയിട്ടാണ് കേട്ടോ ഞാൻ കഴിക്കാൻ പോകുന്നത്. എനിക്കിങ്ങനെ കഴിക്കാൻ ഒരു കൊതി തോന്നി, അതുകൊണ്ട് ഉണ്ടാക്കിയതാണേ. ചോറിൻ്റെ കൂടെ കുറച്ച് പുളി, അധികം പുളിയില്ലാത്ത എന്നാൽ കുറച്ച് പുളിയും വേണം. അങ്ങനെയുള്ളൊരു തൈര് ഉണ്ടാവില്ലേ, നല്ല കട്ട തൈര്. അത് കൂട്ടിയിട്ട് നമുക്ക് ഈ ചമ്മന്തിയും ചോറും തൈരും കൂടെ കൂട്ടിയിട്ട് കഴിച്ചാൽ നല്ല ടേസ്റ്റാട്ടോ. എൻ്റെ ഇന്നത്തെ ഉച്ചയൂണ് ഇത്ര സിമ്പിളാണേ. പണ്ടിങ്ങനെ ചമ്മന്തിയും അല്ലെങ്കിൽ നെയ്യൊക്കെ ആക്കിയിട്ട് പ്ലേറ്റിലിങ്ങനെ ഉരുട്ടി ഉരുട്ടി വെച്ച് തരും കേട്ടോ ചിറ്റയൊക്കെ. എന്നിട്ട് വലിയൊരു പ്ലേറ്റ് ഉണ്ട്, ഞാനും എൻ്റെ അനിയനുണ്ട്, അവനും ഇങ്ങനെ ഓരോ ഉരുള എടുത്ത് കഴിക്കുകയോ ചെയ്യുക ഒരേ പ്ലേറ്റിൽ നിന്ന്. കുറച്ച് മാങ്ങേൻ്റെ അച്ചാറിൽ മുക്കും കഴിക്കും. അങ്ങനെയാണ് ഇപ്പോൾ ഇത് കഴിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ ചാനലിൽ വേറെ കുറേ കുക്കിംഗ് വീഡിയോസും ട്രാവലിംഗ് വീഡിയോസും ഉണ്ട് കേട്ടോ. വേണമെന്നുള്ളവർ അതൊന്ന് കണ്ടു നോക്കണേ. ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വേറെയും 2 വീഡിയോ കണ്ടിട്ട് എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതും ഒന്ന് ചെയ്യണം കേട്ടോ.